ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കണു. അപ്പോൾ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ കടച്ചക്ക കറി വയ്ക്കുന്നത് എൻ്റെ ഫ്രണ്ട് ആതിര തന്നതാണ് കേട്ടോ ഈ പീസ് കടച്ചക്ക. അപ്പോൾ അതിന് ചില സ്ഥലങ്ങളിൽ ശീമച്ചക്ക എന്നൊക്കെ പറയുമല്ലേ, അപ്പോൾ നമ്മളെന്താണെങ്കിലും ഇതിനെ കടച്ചക്ക എന്നാട്ടോ പറയണത്. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഇതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഈ കടച്ചക്കേനെ ഒന്ന് ഒരു വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കടച്ചക്ക അങ്ങനെ വേവട്ടെ കേട്ടോ. നമുക്കിതിൽ കുറച്ച് തേങ്ങ കൂടി വറുത്തരച്ച് നമുക്ക് ചേർക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പെരിഞ്ചീരകം കൂടിയും ചേർത്തിട്ട് നന്നായി അങ്ങ് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. തേങ്ങ ഒന്നിങ്ങനെ വറുത്തൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ നമ്മുടെ മല്ലിപ്പൊടി അത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. തേങ്ങേനെ നന്നായി ഒന്ന് വറുത്തെടുക്കണേ. നമ്മൾ ഈ തീയലിനൊക്കെ ചേർക്കണ പോലെ നന്നായി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങ നന്നായി വറുത്ത് വന്നപ്പോൾ ഞാനിതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി വേറൊരു പാൻ വെച്ച് കൊടുക്കുക. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലധികം മസാലകളൊന്നും ചേർക്കുന്നില്ല, പെട്ടെന്നാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റി കഴിഞ്ഞാൽ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് മസാലയ്ക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ കറി എന്താണെങ്കിലും സൂപ്പർ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാലേ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് എല്ലാവരും കാണണേ. ഇതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങേനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ തണുത്തപ്പോൾ നന്നായി അങ്ങ് അരച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ കുക്കറിൽ വെച്ച കടച്ചയ്ക്ക് നല്ല പോലെ വെന്ത് കിട്ടി. നമുക്കിനി ഇത് ഈ സവാളയൊക്കെ വഴറ്റിയ ചീനച്ചട്ടിയിലേക്ക് അങ്ങ് കടച്ചക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കടച്ചക്കയും ചേർത്ത് കൊടുത്തു. അതൊന്ന് തിളച്ച് വരുമ്പില്ലേ നമ്മൾ തേങ്ങയൊക്കെ നന്നായി അരച്ച് വെച്ചിട്ടില്ലേ ഇതാ, അപ്പോൾ തേങ്ങ കൂടി അങ്ങനെ ചേർത്ത് കൊടുത്തു. ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ഇതാ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്ര കട്ടിയൊന്നും വേണ്ടെങ്കിൽ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു കടച്ചക്ക കറിയാണ്. പിന്നെ ലാസ്റ്റ് എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി തിളച്ചൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ല മണവും ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കടച്ചക്കയുടെയൊക്കെ സീസണല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. നമുക്ക് കുറച്ച് തേങ്ങ വറക്കണം, അത്ര പണിയേ ഉള്ളൂ. കുക്കറിൽ കടച്ചക്ക വേവിച്ചുകൊണ്ട് പെട്ടെന്ന് ആവും ചെയ്തു. എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ല, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കടച്ചക്ക കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കുവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ കടച്ചക്ക തന്ന് സഹായിച്ച ആതിരയ്ക്ക് പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.